Hello everyone, welcome to the next section, Module 3 lecture 6. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെസിയർ കർവ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഒബ്സർവേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബെസിയർ ആൻഡ് ക്യൂബിക് സ്പ്ലൈൻ കർവ്സ്, അതേപോലെ അതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ബെസിയർ കർവ് എന്നുള്ളത് നോക്കാം. ബെസിയർ കർവ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കർവ് അത് ടൈപ്പാണ് ബെസിയർ കർവ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് പറയുന്നത് ക്രിയേറ്റ് ദ കർവ് ടു യൂസ് അപ്രോക്സിമേഷൻ ടെക്നിക്. അപ്പോൾ ബെസിയർ കർവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണം. അപ്പം എന്താണ് അപ്രോക്സിമേഷൻ ടെക്നിക്ക് എന്ന് നോക്കാം. അപ്രോക്സിമേഷൻ ടെക്നിക്ക് പറയുമ്പം നമ്മൾ മെയിൻലി രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് അപ്രോക്സിമേഷൻ ടെക്നിക്സ് കൊണ്ട് പിന്നെ വരുന്നതാണ് ഇൻ്റർപൊലേഷൻ കർവ്സ്. അപ്രോക്സിമേഷൻ കർവ്സും വരുന്നുണ്ട്, ഇൻ്റർപൊലേഷൻ കർവ്സും വരുന്നുണ്ട്. അപ്പോൾ അപ്രോക്സിമേഷൻ കർവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ പോയിന്റ്, ഇപ്പോൾ കർവ് എന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് പാസ് ത്രൂ ദ ഗിവൺ ഡേറ്റ പോയിന്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ പോയിന്റ്സിൽ കൂടെ ഈ കർവ് പാസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ഡേറ്റ പോയിന്റ്സ് ഉണ്ട്, P0 ആൻഡ് P3. അപ്പം ഇവിടെ ഒരു നമുക്ക് P2 എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ പോയിന്റ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കർവ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ P1, P2, P3 എന്ന് പറഞ്ഞാൽ 3 ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ എല്ലാ ഡേറ്റ പോയിന്റ്സൂടെ എന്ത് ചെയ്യുന്നില്ല, ഈ കർവ് പാസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്രോക്സിമേഷൻ കർവ്സ് എന്ന് പറയും. അപ്പം ഈ പോയിന്റ്സിനെ നമ്മൾ ബാക്കി ഇപ്പോൾ P2 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുക, പോയിന്റ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദി ഷേപ്സ് ഓഫ് ദ റിസൾട്ടിങ് കർവ്. അപ്പോൾ ഈ റിസൾട്ടിങ് കർവിൻ്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ അനദർ പോയിന്റിനെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം നമുക്ക് പറയാം ദിസ് ബെസിയർ കർവ് ഈസ് ബേസ്ഡ് ഓൺ ദ അപ്രോക്സിമേഷൻ കർവിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കർവ് ക്രിയേറ്റ് ചെയ്യും. അപ്പം നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇറ്റ് ഈസ് എ പാരാമെട്രിക് കർവ്സ്. അപ്പോൾ ബെസിയർ കർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാരാമെട്രിക് കർവ്സ് ആണ്. പാരാമെട്രിക് കർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാരാമീറ്ററിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമെട്രിക് കർവ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്, P0 എന്നും P1 എന്നും പറഞ്ഞൊരു പോയിന്റിലേക്ക് നമുക്കൊരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിമിറ്റ് കൊടുക്കുന്നു, 0 u ഈസ് ഇൻ ബിറ്റ്വീൻ 0 to 1 കൊടുത്തു കഴിഞ്ഞാൽ P0യും P1. അപ്പോൾ നമുക്ക് ഇതിനിടയിലുള്ള എന്ത് വേണം, പോയിന്റ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ ലിമിറ്റിൽ വരുന്ന 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, യുവിൻ്റെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ യുവിന് 0 കൊടുക്കും, നമുക്ക് ആദ്യം ഒരു 0യിലും യുവിന് 1ലും ഒരു വാല്യൂ കാണും. അതിനുശേഷം ഇപ്പോൾ 0.25 ആണെങ്കിൽ 0.25 വെച്ചിട്ട് യുവിൻ്റെ എക്സും വൈയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അങ്ങനെ കോർഡിനേറ്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കർവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമെട്രിക് കർവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബെസിയർ കർവ് എന്ന് പറയുന്നൊരു പാരാമെട്രിക് കർവ്സ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് വി ക്യാൻ ഗെറ്റ് n ഡിഗ്രീസ് ഓഫ് പോളിനോമിയൽ വിത്ത് n+1 കൺട്രോൾ പോയിന്റ്സ്. നമുക്ക് n ഡിഗ്രീസ് ഓഫ് പോളിനോമിയൽസിന് നമുക്ക് കിട്ടുന്നത് n+1 കൺട്രോൾ പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും എന്തിനകത്ത് കിട്ടുന്നത്, ബെസിയർ കർവിനകത്ത്. പോളിനോമിയൽ എന്താണെന്ന് അറിയാം, എന്താണ്, വേരിയബിളും കോഷ്യൻ്റും ഉള്ളതാണ് നമ്മൾ പോളിനോമിയൽ തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P of x is equal to a0 x raised to n, a1 x raised to n minus 1 plus a2 x raised to n minus 2. ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് P of x is equal to x³ പ്ലസ് x+1 ഇക്വേഷൻ ഉണ്ടാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം എത്രയാണ്, x³ ആയതുകൊണ്ട് ഇതിന് ഡിഗ്രി 3 ആണ്. അപ്പോൾ ഡിഗ്രി 3 ഉള്ള പോളിനോമിയലിനെ ഹയസ്റ്റ് വേരിയബിളിൻ്റെ പവറിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3 ഡിഗ്രി പോളിനോമിയൽ എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ വേറെ എടുക്കുകയാണെങ്കിൽ P1x P2x ഈസ് ഈക്വൽ ടു x² + 1 എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എത്ര വരും, ഡിഗ്രി എന്ന് പറയുന്നത് 2 എന്ന് പറയും. അപ്പോൾ നമ്മളിതിനെ എന്ത് പറയും, 2 ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു
n+1 കൺട്രോൾ പോയിന്റ്സ് ഉള്ളൊരു n ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ബെസിയർ കർവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം പറയുന്നത് അടുത്തൊരു നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്നാൽ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണോ അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ ആണോ എന്ന് നമ്മൾ കൺട്രോൾ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എത്ര കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്? അപ്പം നമുക്ക് 2 കൺട്രോൾ പോയിന്റ്സ് ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഇപ്പോൾ x² ആണ് വരുന്നതെങ്കിൽ അതിന് പോളിനോമിയൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. അതല്ല ഇനി നമുക്ക് x³ ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. അപ്പം നമുക്ക് 3 P1 P2 P3 ഇതിനിടയ്ക്ക് ഒരു കർവുണ്ട്. ഈ കർവിൻ്റെ കൺട്രോൾ പോയിന്റ്സ് പറയുന്നത് P2 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയാം? x² എന്ന് പറയുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. ഇനി നമുക്ക് കൺട്രോൾ പോയിന്റ്സ് 4 ഉണ്ട്. ടോട്ടൽ 3 കൺട്രോൾ പോയിന്റ്സ് ഉണ്ടെന്ന് വെച്ചു. P1 P2 P3 ആൻഡ് P4. അപ്പം നമ്മുടെ കർവ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ കൺട്രോൾ പോയിന്റ്സ് കൂടുതൽ ലൈൻസ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് നമ്മൾ പറയുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. അപ്പം കൺട്രോൾ പോയിന്റ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ ക്വാഡ്രാറ്റിക് ആണോ പോളിനോമിയൽ ആണോ ക്യൂബിക് പോളിനോമിയൽ ആണോ എന്ന് നമ്മൾ പറയും. അപ്പം ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റർപോളേഷൻ ബിറ്റ്വീൻ ടു ലീനിയർ സെക്ഷൻസ് ആയിരിക്കും ക്വാഡ്രാറ്റിക്കിനകത്ത് ഉള്ളത്. ഇതാണ് നോമൻക്ലേച്ചർ ഓഫ് എ ബെസിയർ കർവ്. ഇതിനകത്ത് ഫിഗറിനകത്ത് കൊടുത്തിരിക്കുന്ന ഡോട്ടഡ് ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോളിഗൺ എന്ന് പറയും. പിന്നുള്ളതാണ് P0 P1 P2 P3 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കൺട്രോൾ പോയിന്റ്സ് ആണ്. അപ്പോൾ മേളത്തേതാണ് അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൺട്രോൾ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ബെസിയർ കർവിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സോളിഡ് ലൈനിൽ നമ്മൾ വരച്ചിരിക്കുന്ന P0യിൽ നിന്നും P3യിലേക്ക് വരച്ചിരിക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് കർവ് എന്ന് പറയും. എസ് എന്ന് പറയുന്നത് വാല്യൂസ് ആണ് 0 ആൻഡ് 1. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദ ഷേപ്പ് ഓഫ് ദ ബെസിയർ കർവ് ഈസ് ഒബ്റ്റെയിൻഡ് ഓർ ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് കൺട്രോൾ പോയിന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺട്രോൾ പോയിന്റ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ജനറലി ദ ബെസിയർ കർവ് അപ്രോക്സിമേറ്റ് ദ ഡേറ്റ പോയിന്റ്സ് ആൻഡ് ഇൻ്റർപോലേറ്റ്സ് ദ എൻ പോയിന്റ്സ്. അപ്പോൾ ഡേറ്റ പോയിന്റ്സിനെ ഇത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻ പോയിന്റിലേക്ക് ഇൻ്റർപോലേറ്റ് ചെയ്യും. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ദ പൊസിഷൻ ഓഫ് ദ കൺട്രോൾ പോയിന്റ്സ് ആൻഡ് വെർട്ടിസസ് ഓഫ് ബെസിയർ ക്യാരക്ടറിസ്റ്റിക്സ് പോളിഗൺ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ബെസിയർ കർവ്. നമ്മൾ മുമ്പേ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് പോളിഗൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബെസിയർ കർവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ്, ദ ബെസിയർ കർവ് ഫോളോസ് ദ ഷേപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ. അപ്പോൾ ഈ കർവ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിഗണിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് എന്ത് പറ്റും? നമ്മുടെ കർവിൻ്റെ ഷേപ്പും ചേഞ്ച് ആവും. ഫിഫ്ത്ത് പോയിന്റ്, ദ ബെസിയർ കർവ് ഈസ് ടാൻജന്റ് ടു ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോളിഗൺ സെഗ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിഗൻ്റെ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും സെഗ്മെൻറ്റിനായിട്ട് എന്തായിരിക്കും? ടാൻജൻ്റ് ആയിട്ടായിരിക്കും ഈ കർവ് ഫോം ചെയ്യുന്നത്. സിക്സ്ത് പോയിന്റ്, ദ ഷേപ്പ് ഓഫ് ദ ബെസിയർ കർവ് ഈസ് ഡിഫൈൻ യൂണിക്കലി ബൈ ദ ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ. അപ്പം ബെസിയർ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യുണീക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്തായിരിക്കും? ഈ പോളിഗണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്. അപ്പം ലാസ്റ്റത്തെ 3 പോയിന്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ 4 പോയിന്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിഗണിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആ ഫിഗറിനകത്ത് കർവ് ഫോം ചെയ്യുന്നതിന് പുറത്തായിട്ടുള്ള നമ്മുടെ കൺട്രോൾ പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്ന ആ പോളിഗൺ എന്ന് പറയുന്ന പേരാണെന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് പോകുന്നത്? നമ്മുടെ ബെസിയർ കർവ് ഇതിനകത്തൂടെ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പൊസിഷൻ ഓഫ് ദ കൺട്രോൾ പോയിന്റ്സ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ ബെസിയർ കർവ്. ഇപ്പോൾ കൺട്രോൾ പോയിന്റ്സിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ബെസിയർ കർവിൻ്റെ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഡിഫറൻറ്റ് ബെസിയർ കർവ്സാണ് നമ്മൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് 2 എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബെസിയർ കർവ്സ് ആണ്. കണ്ട ക്ലോസ്ഡ് സർഫസ് ആണ്. ബാക്കി മുകളിലുള്ളതെല്ലാം ഓപ്പൺ ടൈപ്പ് ഓഫ് ബെസിയർ കർവ്സ് ആണ്. ഇതിനകത്ത് P0 to P1 P2 P3 P4 ആ
P0, P1, P2, P3. ആദ്യത്തെ ഫിഗേഴ്സിലെല്ലാം 4 കൺട്രോൾ പോയിൻറ്റ്സ് ആണുള്ളത്. ലാസ്റ്റ് 2 ഫിഗറിനകത്ത് കൺട്രോൾ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം നമുക്ക് എന്താവും, ക്ലോസ്ഡ് കർവ്സ് ആയിരിക്കും അതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ബെസിയർ കർവിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കലി ഫോർ n+1 കൺട്രോൾ പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, ബെസിയർ കർവിനകത്ത് വരുന്നത്. സോ ബെസിയർ കർവ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫോളോയിങ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n വരുന്നൊരു ഡിഗ്രി നമുക്കൊരു ഫോളോയിങ് പോളിനോമിയൽ എഴുതാം. P of u is equal to sigma I is equal to 0 to n. I യുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 to n. P of I, B of I, n into u. So this u value is in between 0 less than or equal to u. U value is in between less than or equal to 1 and greater than 0 greater than equal to u and less than or equal to 1. 1-നും 0-യ്ക്കും ഇടവായിരിക്കും എന്ത് വരുന്നത്, യുവിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ P of u is at any point on the curve. P of u എന്ന് പറയുന്നതായിരിക്കും കർവിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ആൻഡ് Pi is a കൺട്രോൾ പോയിന്റ്. ഇപ്പം ഇതിനകത്ത് P of u എന്ന് പറയുന്നത് എനി പോയിന്റ് ഓൺ ദ കർവ്. കർവിലുള്ള നമ്മുടെ ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും എന്ന് പറയുന്നത് P of u എന്ന് പറയുന്നത്. Pi എന്ന് പറയുന്നത് കൺട്രോൾ പോയിന്റ്. കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കർവിനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ കർവിൻ്റെ ഫോർമേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺട്രോൾ പോയിന്റ് ആണെന്ന് പറയുന്നത് P of I എന്ന് പറയുന്നത്. P of I. B of I, എന്ന് പറയുന്നതാണ് ബ്രെയിൻസ്റ്റീൻ പോളിനോമിയൽസ് ആണ്. അപ്പോൾ ബ്രെയിൻസ്റ്റീൻ പോളിനോമിയൽസ് വരുന്നത് കൊണ്ട് തന്നെ as the blending or basics function for the Bezier curve. അപ്പോൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ബ്രെയിൻസ്റ്റീൻ പോളിനോമിയൽ. അപ്പോൾ നമുക്ക് B of I ൻ്റെ വാല്യൂവിനെ നമുക്ക് എഴുതാം. B of I, n of u is equal to C of n, I of u raised to I into 1 minus u raised to n minus I എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇതിനകത്ത് C of n, I എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസ് എ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം നമുക്ക് C of n, Iയുടെ വാല്യൂ എഴുതാം n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ I ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് I ഫാക്ടോറിയൽ. അതാണെന്ന് പറയുന്നത് C of n, I. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ C of n, Iയുടെ വാല്യൂവിനെ ഈ B of I, n u എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം B of I, n of u is equal to C of n, Iക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ I ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് I ഫാക്ടോറിയൽ u raised to I into 1 minus u raised to n minus I. നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ബെസിയർ കർവിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ B of I of, നമുക്കൊരു ബേസിക്കായിട്ടുള്ള ഇക്വേഷൻ. ഇനി ക്യൂബിക് ബേസിയർ ആണ് വരുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 3. അപ്പോൾ നമുക്ക് ഈ P of u എന്ന് പറയുന്ന ഇക്വേഷനകത്ത് എന്നിൻ്റെ വാല്യൂ എത്ര ആകും, P of u is equal to P of I. ഐയുടെ വാല്യൂ എന്തായിരിക്കും, നമുക്ക് ആദ്യം ഇപ്പോൾ 3യുടെ ഓർഡറാണ് വരുന്നതെങ്കിൽ ഐയുടെ വാല്യൂ 0 to n, n വരെ 3 ആണ്. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ എവിടെ വരെ എഴുതും, 0 മുതൽ 3 വരെ വരും. ദെൻ B of I, n u എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ P of u is equal to ഐയുടെ വാല്യൂ ആദ്യം 0, P0, B0, എന്നിൻ്റെ വാല്യൂ 3 ഇൻറ്റു u പ്ലസ് ഐയുടെ വാല്യൂ നെക്സ്റ്റ് എന്താവും, 1 ആവും, P1, B1, എന്നിൻ്റെ വാല്യൂ 3 ഇൻറ്റു u പ്ലസ് P2,
v2 3 into u3 u plus b3 into 3 u. നമ്മളിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് എന്തായിരിക്കും 4 കൺട്രോൾ പോയിന്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് നമുക്ക് 4 n+1 കൺട്രോൾ പോയിന്റ്സ് ആണല്ലോ. എന്നിൻ്റെ n = 3. അപ്പോൾ ബേസിയർ കർവിനകത്ത് വരുന്നത് എന്തായിരിക്കും n+1 കൺട്രോൾ പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്കത് വരും 3+1 = 4 കൺട്രോൾ പോയിന്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത് പോയിന്റ്സ് P0 P1 P2 ആൻഡ് P3. അതുകൊണ്ടാണ് നമ്മളിവിടെ P0 P1 P2 ആൻഡ് P3 തമ്മിലുള്ള 4 കൺട്രോൾ പോയിന്റ്സ് വെച്ചിട്ട് P of Uവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് BINU എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് കണ്ടുപിടിക്കാം. ഇനി BINU എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത് B ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ് 0, എന്നിൻ്റെ വാല്യൂ 3 ഇൻറ്റു U = എന്താണ് നമ്മുടെ ഇക്വേഷൻ C of 3, 0 into u raised to 0 into 1 minus u raised to n into value 3 minus 0. നമുക്ക് സിയുടെ വാല്യൂ എന്തായിരുന്നു which is equal to C of n, I എന്തായിരുന്നു 3 factorial divided by ഐയുടെ വാല്യൂ 0 factorial into n minus I. എന്നിൻ്റെ വാല്യൂ എന്താണ് 3 minus 0, so 3 factorial into 1 minus u the whole power 3 which is equal to നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 1 minus u power 3. അപ്പോൾ നമ്മളിതിനെ വേറൊന്നുമല്ല ഐയുടെ വാല്യൂ ആദ്യം 0യും 3യും വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് b of I, n. b of ഐയുടെ വാല്യൂ 0 ആൻഡ് എന്നിൻ്റെ വാല്യൂ 3. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. b of I, n of u is equal to c into n. എന്നിൻ്റെ വാല്യൂ 3 into ഐയുടെ വാല്യൂ 0 into u power 0 into 1 minus u power എന്നിൻ്റെ വാല്യൂ 3 minus 1. ഇനി c of n, I ആണ് നമ്മളിത് c of n, I എന്നിൻ്റെയും ഐയുടെ വാല്യൂ n3 ആൻഡ് ഐയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ 3 n factorial, so n is 3 factorial divided by I factorial. I as 0 factorial into n minus I. n minus I എന്ന് പറഞ്ഞാൽ 3 minus 0, so 3 factorial into 1 minus u, ഇവിടെ u raised to 0, so 1 minus u the whole cube which is equal to 1 minus u the whole cube. നെക്സ്റ്റ് b of 0, 3 അല്ലേ നമ്മൾ അടുത്ത നെക്സ്റ്റ് 1, 3 of u കണ്ടുപിടിക്കും which is equal to എന്തുവരും c of 3, 1 into u raised to 1 into 1 minus 3 raised to 1 minus u raised to 3 minus 1. സോ നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3u into 1 minus u square. ഇതേപോലെ നമ്മൾ എന്ത് എഴുതണം b of 2, 3 u is equal to c of 3, 2 u square into 1 minus u raised to 3 minus 2. ഇപ്പം ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 u square into 1 minus u. നെക്സ്റ്റ് നമുക്ക് നൽകാം b of 3, 3 of u which is equal to c of 3, 3 u cube into 1 minus u the whole power 3 minus 3. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ u raised to 3. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് b of ഉണ്ട്. അപ്പോൾ നമുക്ക് the blending function എഴുതാം. സോ the blending function is p of u is equal to p0 into നമുക്ക് ആദ്യം കിട്ടിയ b0 3 of uൻ്റെ വാല്യൂ അതാണ് p
P0 ഇൻറ്റു ഇക്വേഷനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. P of u is equal to P0 ഇൻറ്റു B of 3 of u ൻ്റെ വാല്യൂ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 1 മൈനസ് u ദ ഹോൾ ക്യൂബ്. സോ P of u is equal to P0 ഇൻറ്റു 1 മൈനസ് u ദ ഹോൾ ക്യൂബ് പ്ലസ് നെക്സ്റ്റ് എന്താണ്? P1 ഇൻറ്റു B1 3 of u. B1 ഇൻറ്റു 3 B1, 3 of u ൻ്റെ വാല്യൂ എത്രയാണ്? സോ P1 ഇൻറ്റു 3u ഇൻറ്റു 1 മൈനസ് u ദ ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താണ്? P2 ഇൻറ്റു 3u സ്ക്വയർ ഇൻറ്റു 1 മൈനസ് u പ്ലസ് P3 ഇൻറ്റു B3 of 3 ഇൻറ്റു യുവിൻ്റെ വാല്യൂ എത്രയാണ്? P3 u ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. ഇതാണ് ബെസിയർ കർവിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. P of u is equal to P0 ഇൻറ്റു 1 മൈനസ് u raised to n പ്ലസ് P1 ഇൻറ്റു C of n, 1 u ഇൻറ്റു 1 മൈനസ് u raised to n minus 1 പ്ലസ് P2 ഇൻറ്റു C of n, 2 u സ്ക്വയർ ഇൻറ്റു 1 മൈനസ് u raised to n minus 2 പ്ലസ് എക്സെട്ര പ്ലസ് P of n minus 1 ഇൻറ്റു C of n, n minus 1 u raised to n minus 1 into 1 minus u plus P of n u raised to n. u is in between 0 to. ഇതാണ് നമ്മുടെ ബേസിയർ കർവിൻ്റെ ജനറൽ ഇക്വേഷൻ. Characteristics of Bezier curve. The characteristics of Bezier curves are based on the properties of the Bernstein polynomials and can be summarized as follows. The first characteristics: the curve interpolates the first and last control points. കർവ് ഇൻ്റർപോളേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് ലാസ്റ്റ് കൺട്രോൾ പോയിൻറ്റ്സ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഇറ്റ് പാസസ് ത്രൂ P0 ആൻഡ് Pn. വി സബ്സ്റ്റിറ്റ്യൂട്ട് u is equal to 0 and 1 in ഇക്വേഷൻ. നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനകത്ത് യുവിന് 0യും 1ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ P0യും P1ഉം നമ്മൾ എന്ത് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇൻ്റർപോളേറ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് പോയിൻറ്റ്: ദ കർവ് ഈസ് ടാൻജെൻറ്റ് ടു ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെ. അപ്പം ഇതിനകത്ത് നമ്മൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ Pu is equal to എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനും, രണ്ടാമത്തേത് B of INU എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ആർത്ത് ഡെറിവേറ്റീവ്സ് അറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പൊസിഷൻ ആർ ഗിവൺ ബൈ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർത്ത് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് ആർത്ത് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് P'0യും P raised to r 1 എന്ന് പറയുന്നത്. അപ്പം P'0 is equal to n factorial divided by n minus r factorial into sigma I is equal to 0 to r minus 1 raised to r minus 1 c of r, I into P എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ P raised to r1 is equal to n factorial divided by n minus r factorial into sigma I is equal to 0 to r minus 1 raised to I c ഇൻറ്റു r, I P of n minus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതും ദെയർഫോർ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ എൻ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഡെറിവേറ്റീവാണ് വേണ്ടത്. ഫസ്റ്റ് P0 ആൻഡ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? P0 is equal to n of P1 minus P0യും P1 is equal to n of Pn minus Pn minus 1 ആയിരിക്കും. ഇതിനകത്ത് P1 minus P0 ആൻഡ് Pn minus Pn minus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ദി കർവ് പോളിഗണിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കിതിനെ ഷോൺ ചെയ്യാൻ കഴിയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് P0 ഈസ് ഡിറ്റർമിൻഡ് ബൈ P0, P1 ആൻഡ് P2. P0യും P1ഉം P2ഉം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആർത്ത് ഡെറിവേറ്റീവ് അറ്റ് ദ എൻ പോയിൻറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ ആർ നെയ്ബറിങ് വെർട്ടിസസ്. അപ്പോൾ ആർ നെയ്ബറിങ് വെർട്ടിസസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർത്ത് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടാൻജൻറ്റ് കർവിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ സെഗ്മെൻറ്റായിട്ട് ടാൻജൻ്റ് ആയിരിക്കും കർവ് എന്ന് പറയുന്നത്. തേർഡ് പോയിൻ്റാണ് ദ കർവ് ഈ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് 1 - 2.
This means that the sequence of control points defining the curve can be reversed without changing the curve shape. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീക്വൻസിങ് ഓഫ് കൺട്രോൾ പോയിൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കർവിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഈ കൺട്രോൾ പോയിൻറ്റ്സിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം റിവേഴ്സിങ് ദ ഡയറക്ഷൻ ഓഫ് പാരാമട്രൈസേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ കർവ് ഷേപ്പ്. അപ്പോൾ കർവിൻ്റെ ഷേപ്പിനെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ റിവേഴ്സ് ചെയ്താലും കർവിൻ്റെ ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് അച്ചീവ് ചെയ്യുന്നത് 1 - u = u ഇൻ നമ്മുടെ നേരത്തെയുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നോട്ടീസിങ് ദാറ്റ് സി ഓഫ് എൻ കോമ ഇ സീക്വൽ എന്താവുന്നു, സി ഓഫ് എൻ കോമ എൻ മൈനസ് ഐ എന്നാവുന്നു. ദിസ് റിസൾട്ട് ഇൻ ദ ഫാക്ട് ദാറ്റ് ബി ഓഫ് ഐ എൻ കോമ യു ആൻഡ് എന്ന് പറയുന്നത് ബി ഓഫ് എൻ മൈനസ് ഐ ഓഫ് എൻ ഓഫ് യു ആർ സിമെട്രിക് ഇഫ് ദേ ആർ പ്ലോട്ടഡ് ആസ് ഫങ്ഷൻസ് ഓഫ് യുവിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്താൽ എന്തായിരിക്കും, അതെല്ലാം സിമെട്രിക് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദി ഇൻ്റർപോളേഷൻ പോളിനോമിയൽ ബി ഓഫ് ഐ കോമ എൻ ഓഫ് യു ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് സി ഓഫ് എൻ കോമ ഐ കോമ ഐ ബൈ എൻ റേസ് ടു ഐ ഇൻറ്റു 1 - I by n റേസ് ടു n - 1 ഒക്കറിങ് അറ്റ് യു ഈസ് ഈക്വൽ ടു ഐ ബൈ എൻ. യു ഐ ബൈ എൻ ആകുമ്പോൾ നമ്മളെ ബി ഓഫ് ഐ കോമ എൻ കോമ യു എന്ന് പറയുന്ന ഇക്വേഷനകത്ത് മാക്സിമം വാല്യൂ കിട്ടുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ ഇക്വേഷൻ ഡി ബൈ ഡി യു ഓഫ് ബി ഓഫ് ഐ കോമ എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബി ഓഫ് ഐ കോമ എൻ ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, മാക്സിമം വാല്യൂ കിട്ടും. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ കൺട്രോൾ പോയിന്റ് ഈസ് എ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഓൺ ദ കർവ് ഷേപ്പാണ്. അപ്പോൾ കൺട്രോൾ പോയിൻറ്റ്സ് കർവിൻ്റെ ഷേപ്പിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്, യുവിൻ്റെ വാല്യൂ ഐ ബൈ എൻ ആകുമ്പോൾ. അതിനൊരു എക്സാമ്പിൾ പറയുന്നൊരു ക്യൂബിക് ബെസിയർ കർവിനകത്ത് P0 P1 P2 P3 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് വരുന്ന എപ്പോഴായിരിക്കും, യുവിൻ്റെ വാല്യൂ 0, 1/3, 2/3 ആൻഡ് 1 വരുമ്പോഴായിരിക്കും അതിനെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഈച്ച് കൺട്രോൾ പോയിന്റ് ഈസ് വെയ്റ്റഡ് ബൈ ദ ബ്ലെൻഡിങ് ഫങ്ഷൻ ഫോർ ഈച്ച് യു വാല്യൂ. അപ്പോൾ ഓരോ യു വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, യു വാല്യൂവിൻ്റെ ബ്ലെൻഡിങ് ഫങ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കൺട്രോൾ പോയിന്റിനെ നമ്മൾ വെയ്ഡ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് പോയിന്റ്സിലും ആദ്യത്തെ പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നത് അതിൻ്റെ കൺട്രോൾ പോയിന്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും, അല്ലാതെ ഷേപ്പ് ചേഞ്ച് ആവില്ല. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം വാല്യൂ കിട്ടുന്നത് യു എന്ന് പറയുന്നത് ഐ ബൈ എൻ ആകുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ്, വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻസിയേഷൻ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ദ കർവ് ഷേപ്പ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ഐദർ ചേഞ്ചിങ് one or more vertices of its polygon or by keeping the polygon fixed and specifying multiple coincident points at the vertex. അതായത് നമ്മൾ ഷേപ്പ് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വെർട്ടിസസ് ചേഞ്ചിങ് 1 or more വെർട്ടിസസ് ഓഫ് ദ പോളിഗണിൻ്റെ വെർട്ടിസസിനെ നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. അപ്പം കീപ് ദ പോളിഗൺ ഫിക്സഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് താഴത്തെ ഫിഗർ. ഇതിനകത്ത് P2 പകരം നമ്മൾ അതിനെ എന്താക്കുന്നു, P2 സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു കർവിൻ്റെ ചേഞ്ചായിട്ട് പുതിയൊരു കർവിനെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് വണ്ണിനകത്ത് കൊടുത്തിരിക്കുന്നത് കെ P2 ഈസ് അസൈൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കെ ആണ്. K = 1, K = 2, K = 3 ആവുന്നതനുസരിച്ച് എന്ത് പറ്റും, കർവിൻ്റെ ഷേപ്പ് മൾട്ടിപ്ലിസിറ്റി ഓഫ് കെ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, കർവ് പുറത്തേക്ക് പുള്ള് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിനകത്ത് നമ്മൾ P2' ആക്കി, രണ്ടാമത്തിനകത്ത് കെയുടെ മൾട്ടിപ്പിൾസ് ആക്കി. നെക്സ്റ്റ് പോയിന്റ്, എ ക്ലോസ്ഡ് ബെസിയർ കർവ് can simply be generated by closing the characteristic polygon or choosing P0 and Pn to be coincident. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ കർവ്സിൻ്റെ ഇമേജിനകത്ത് ഉണ്ടായിരുന്നു ക്ലോസ്ഡ് ബേസിയർ കർവ്. അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു, ക്യാരക്ടറിസ്റ്റിക് പോളിഗൺ നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പോളിഗണിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിയർ കർവിനകത്ത് എന്തായിരിക്കും കിട്ടുന്നത്, ക്ലോസ്ഡ് ബേസിയർ കർവ് ആയിരിക്കും. നെക്സ്റ്റ്, ഫോർ എനി വാലിഡ് വാല്യൂ ഓഫ് യു ദ സം ഓഫ് the b comma I n function associated with the control point is always equal to unity for any degree of Bezier curve. This fact can be used to check numerical computations and software developments. അപ്പോൾ നമുക്ക് any value of u, the sum of the b comma I n functions associated with the always equal to the unity for any degree of Bezier curve-ൻ്റെ ഏതെങ്കിലും ഡിഗ്രിക്ക് യൂണിറ്റി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് യുവിൻ്റെയും ആൻഡ് ദ സം ഓഫ് ദി ബി ഓഫ് ഐ എൻ ഫങ്ഷൻസിൻ്റെത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷനും സോഫ്റ്റ്വെയർ ഡെവലപ്പിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. നമ്മളിവിടെ പറഞ്ഞ 3 പോയിൻറ്റ്സിനകത്ത് ഒന്നെന്ന് പറയുന്നത്
ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൺട്രോൾ പോയിൻറ്റ്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് കെ വാല്യൂസ് എടുക്കണം. രണ്ടാമത്തേത് പോളിഗൺ ക്ലോസ്ഡ് ആയാൽ ബെസിയർ കർവും ക്ലോസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബേസിയർ കർവ് ആൻഡ് ദ ക്യൂബിക് സ്പ്ലൈൻ കർവാണ്. ഫസ്റ്റ് വൺ, ഇറ്റ്സ് ഡിഫൈനിങ് പോയിൻറ്റ്സ് കൺട്രോൾ ദ ഷേപ്പ് ഓഫ് ദ ബേസിയർ കർവ്. ഇറ്റ് അലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിയർ കർവിനകത്ത് കൺട്രോൾ പോയിൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബേസിയർ കർവിൻ്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ക്യൂബിക് സ്പ്ലൈനകത്ത് പോയിൻറ്റ്സ് അല്ല അതിൻ്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഹെർമിറ്റ് കർവ് ഈസ് or cubic spline curve is a nature to degree of polynomial are not related to the number of control points, whereas the degree of polynomial for the Bezier curve is variable and related to the number of control points defining the curve. മൂന്നാമത്തേത് ബെസിയർ കർവ് ഈസ് സ്മൂത്തർ ദാൻ ഹെർമിറ്റ് കർവ് ബിക്കോസ് ഇറ്റ് ഈസ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ക്യൂബിക് സ്പ്ലൈൻ ഓർ ഹെർമിറ്റ് കർവിനകത്ത് നമ്മൾ എന്താണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കൺട്രോൾ പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്.